9-ാം വാക്യം, ബാല്യക്കാർ നിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? തൊടരുത്. ഉറക്കെ പറഞ്ഞേ, ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചു. ഇതെന്നെ ഭയങ്കരമായിട്ട്, എൻ്റെ അഭിഷേക്തന്മാർക്കൊരു ദോഷവും, എൻ്റെ അഭിഷേക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും വരുത്. നമ്മൾ ഈ കർത്താവിൻ്റെ വേല ചെയ്യുമ്പം നമ്മുടെ മേലൊരു കൽപ്പനയുണ്ട്, നിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പലപ്പോഴും രക്ഷപ്പെടുന്നത് നമ്മുടെ മിടുക്കൊണ്ടൊന്നും അല്ല. അതുകൊണ്ടാണ് ഇന്ന് അച്ഛനുറങ്ങാത്തൊരു കാലം. മക്കളെയൊക്കെ ഇറക്കി വിടാൻ പാടാ. പെൺകുഞ്ഞുങ്ങളെ മാത്രമല്ല, ആൺകുഞ്ഞുങ്ങളെ. കേൾക്കുന്ന കഥകളെല്ലാം മോശപ്പെട്ട കഥകൾ. പക്ഷേ എങ്ങനെ ഇറക്കി വിടും? വല്ലാത്ത പേടിയുടെ കാലമാണ്. കോട്ടയത്ത് നിങ്ങൾക്ക് അറിയാം, ഒരു പെൺകുട്ടി, ഞാൻ പലപ്പോൾ യൂത്ത് ക്യാമ്പിനൊക്കെ പറയുന്നതാണ്, ഒരു പെൺകുട്ടി ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ വന്ന് വിളിച്ചു. പക്ഷേ ഇറങ്ങിപ്പോയ ചെല്ലത്തിലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അതിൻ്റെ ദേഹത്ത് പെട്രോൾ കോരി ഒഴിച്ചിട്ട് കത്തിച്ച് അവനും കയറി കെട്ടിപ്പിടിച്ചു. ഇത് വലിയ സന്ദേശമാണ് കൊടുത്തത്. നോന്ന് പറയല്ലേ, നോന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന്, കത്തിക്കുമെന്ന്. ഏസെന്ന് പറയാനൊക്കെ ഒക്കത്തില്ല. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ നല്ലൊരു കൊച്ചി ഇറങ്ങിപ്പോവാ. അപ്പോൾ അതിനെന്തോ ആരോ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പപ്പ പറഞ്ഞു കൊടുക്കും, മോനെ ഇനി അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മോൻ പെട്ടെന്ന് എടുത്ത് വായി പോടാ, നോന്നൊന്നും പറയണ്ട. പിന്നെ എന്താ പറയണം? അപ്പോൾ എന്നെ പറയണം. അപ്പോൾ അപ്പ പറഞ്ഞു കൊടുത്തു, പിന്നെ പറയാമെന്ന്. അപ്പം ഞാനിത് കേട്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, കൊച്ചെ അങ്ങനെയൊന്നും പറയല്ലേ, ആനയെ കൊടുത്താലും ആശയൊന്നും കൊടുക്കരുത്. പിന്നെ പറയാനൊക്കെ ഇല്ല. പിന്നെ എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങ് മുദ്രയിട്ടേക്കണം. അപ്പോൾ എന്താ സംഭവിക്കും? ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഒരു കൽപ്പന അവിടെ കിടക്കും. ഇത് വലിയ യാഥാർത്ഥ്യമാണ്. എല്ലാവരും യേശുവിൻ്റെ രക്തം കൊണ്ട് അങ്ങ് മുദ്രയിടണം. അവിടെ ഒരു കൽപ്പനയുണ്ട്, നിന്നെ തൊടരുതെന്നൊരു കൽപ്പന. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പോൾ പിന്നെ എങ്ങനെ സുവിശേഷകർക്ക് അടി കിട്ടുന്നത്? അതൊരു ഭാഗ്യമാണെന്ന് ഓർത്താൽ മതി. ക്രിസ്തുവിന് വേണ്ടി അടി കിട്ടിയാൽ അത് ദൈവം അനുവദിച്ച് കിട്ടുന്നൊരു ഭാഗ്യമാണ്. അത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നാലും നിന്നെ തൊടരുതെന്ന് എന്ത് കിടപ്പുണ്ട്? കർത്താവ് അനുവദിക്കാതെ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ലെന്നുള്ള ഒരു ബോധ്യം. എല്ലാവരും ആ ബോധ്യമുള്ളവർ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച്, നിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ലെന്നൊരു കൽപ്പന. നിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? തൊടരുത്.